കേൾക്കുന്ന മാത്രം കോൺഗ്രസ് വേണ്ട. അത് കേൾക്കുന്ന അടുത്തുള്ള മനസ്സിലായിക്കോളും. അദ്ദേഹം ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ സംസ്കാരം തന്നെ. പക്ഷെ അദ്ദേഹം വൈകി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു തലവരായി വിരിച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രമുഖമായ ഒരു സമുദായം കോൺഗ്രസിൽ നിന്നാണ്. അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പഠനത്തിന്റെ നോക്കിയപ്പോഴും ഇവിടുത്തെ പ്രബലമായ വിഭാഗം എൻഡിഎയുടെ പോയി, അവരും കോൺഗ്രസിനെ നടന്നു. ഇങ്ങനെ എല്ലാവരും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് പാർട്ടി ഒന്നും എന്നാ വേണ്ടത്? അവര് വികസനം, അവർ എന്ത് കാലം കേരളത്തിൽ കിട്ടാൻ പോണേ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഞങ്ങളുടെ അടുത്ത തലമുറ, ഇന്ന് ഏത് തലമുറയാണ് ഇവിടെ പഠിക്കാൻ കിട്ടുന്നത്? കഴിയുമ്പോഴേക്കും കേരളം എന്തുകൊണ്ട് ഇവിടെ സൗകര്യം? അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോദിയുടെ വേഗം മാത്രമാണ്. കാരണം നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ ഇന്ന് ഇന്ത്യ വിട്ട് പോവുകയാണ്. എന്താ പറയുന്നത്, അച്ഛനും അമ്മയും ഒറ്റയ്ക്കവിടെ ഗ്രാമങ്ങളുണ്ട്. അതൊന്നും ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടുകൂടി പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നു. പിന്നെ കോൺഗ്രസ് നശിച്ച് കാലത്തെത്തി എനിക്ക് ഈ അടുത്ത കാലത്താണ് തോന്നുന്നത്. പണ്ടൊക്കെ ഈ UDF എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായത് തൃശ്ശൂരിന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിലെ ഓഫീസുകളുണ്ട്. അതൊന്നും ആരും അറിയില്ല, അതിനപ്പം നാട്ടിലാണ്. എനിക്കിപ്പോ അവരാണ് UDF ഉണ്ടാക്കിയതെന്നാണ് തോന്നുന്നു. ആ റൂമിൽ നിന്നുണ്ടായ UDF അന്ന് കോൺഗ്രസ് പറയുന്നതിനകം UDF ഒന്നും നടത്തില്ല. പക്ഷെ ഇന്ന് പ്രമുഖമായ സമുദായം അവരെ അവര് പറയുന്നത് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യും? ഒരു വാക്ക് തിരിച്ചു പറയുന്ന കാര്യം കോൺഗ്രസിനുണ്ടോ? ഞാൻ ആ സമുദായത്തെ കുറ്റം പറയില്ല. കാരണം അവരവരെ എടുത്തു, അവരവരെ പാർട്ടി വാക്കുന്നു, അതിനവരെ കുറ്റം പറയാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോൺഗ്രസിന്റെ ഗതികേടാണ് പറയാനുള്ളത്. ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം കാണുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ വന്നപ്പോ ഇന്നലെ കമ്പനി ഓഫീസൊക്കെ പ്രവർത്തകമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ എല്ലാ വീട്ടിലും ഒരാളുകളുടെ ഒരാളാണ്. അത് എന്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും. ഞാൻ ആളല്ല. ഞാൻ വളരെ ആലോചിച്ച് തീരുമാനിക്കുന്നവരാണ്. ഞാൻ ചവിട്ടും കൂത്തും അപമാനം എല്ലാം സഹിച്ച പാർട്ടിയിൽ ഞാൻ നിന്നു. പല രാത്രികളിലും ഞാൻ ഒന്ന് കരയാറുണ്ട്. കാരണം അത്രയധികം പുച്ഛമാണ്. അത് ആരും എത്ര വലിയ മക്കളെയും കുഴപ്പമില്ല, പെണ്ണായോ തീർന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്റെ കണ്ണു വന്നത്. കാരണം ഇങ്ങനെ വരുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എത്രയോ കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അഥവാ മുമ്പിലിട്ടാൽ നേതാക്കന്മാരൊന്നും തിരിച്ചില്ലെങ്കിൽ അവര് കയറിയിരിക്കും. നമ്മൾ അവരോട് വയ്ക്കും, നമ്മുടെ പേരില്ല നേതാക്കാൻ വെട്ടും. ആ രീതിയിൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും ഇന്ന് 50 വയസ്സിന് താഴെ എത്ര പേരുണ്ട് കോൺഗ്രസ് പാർട്ടി? നമ്മളൊരു യൂത്ത് കോൺഗ്രസ് മീറ്റിംഗ് നടത്തിയ യൂത്ത് കോൺഗ്രസിൽ വരുന്നത് 50 വയസ്സായിരുന്നു. അപ്പൊ ആ രീതിയിൽ പാർട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു. ആ കാലത്തിന് മാത്രം ഒരു കുറവൊന്നുമില്ല.